Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് ഐസ്ക്രീമാണ്. അതായത് ഒരു 4-5 മാസം മുമ്പേ ട്രെൻഡിങ് ആയ ഒരു സംഭവമായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ മൊത്തം പുട്ട് ഐസ്ക്രീമിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ കുറച്ച് നട്ട്സുമാണ്. അപ്പോൾ നട്ട്സായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കാഷ്നട്ട്, പിന്നെ ബദാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സാണ് വരുന്നത്. ഇത് കിവി, ഇത് സ്ട്രോബെറി, പിന്നെ ഇത് ഉണക്കമുന്തിരി, ഡ്രൈ ഫ്രൂട്ട് കാറ്റഗറി പെടുന്നതാണ്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഓറഞ്ചോ മാങ്ങയോ അങ്ങനത്തെ ഏതൊരു ടൈപ്പാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അടുത്തായിട്ട് നമ്മളൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കിവി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്ട്രോബെറി, പിന്നെ നമ്മുടെ കാഷ്നട്ട്, ബദാം, പിന്നെ നമ്മുടെ ഉണക്കമുന്തിരിങ്ങ, പിന്നെ അവസാനമായിട്ട് നമ്മളെ മാംഗോ ഓറഞ്ചും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ ബൗളിൽ എടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് കോൺഫ്ലേക്സ് ആണ്. ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ കിട്ടും. ഏകദേശം 40 രൂപക്ക് ഒരു 200 ഗ്രാമിൻ്റെ ഒക്കെ പാക്കൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരു പേക്ക് കോൺഫ്ലേക്സ് വാങ്ങിയിട്ട് ഇതേ ഒരു ബൗളിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൗളിലായിട്ട് നമ്മൾ കോൺഫ്ലേക്സും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഐസ്ക്രീമാണിത്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 5 ടൈപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ സ്ട്രോബെറി, പിന്നെ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം, അടുത്തായിട്ട് മാംഗോ, അപ്പോൾ അവസാനമായിട്ട് ബട്ടർ സ്കോച്ച് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ 5 ടൈപ്പ് ഐസ്ക്രീം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ പുട്ടൂറ്റി എടുത്തിട്ടുണ്ട്. പുട്ടൂറ്റി നമ്മൾ നമ്മുടെ ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂർ നല്ല രീതിയിൽ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. പുട്ടൂറ്റിയുടെ ആ ഒരു ചില്ലും കൂടി എടുത്തിട്ട് ആ ചില്ലിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ ഒരു 3 ലെയർ അലൂമിനിയം ഫോയിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇതിലൂടെ ചോർന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ട് പുട്ടൂറ്റിയുടെ ആ ഒരു ചില്ല് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ ആ ഒരു അലൂമിനിയം ഫോയിൽ മുറിച്ചതും കൂടി നമ്മൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ പുട്ടൂറ്റിയിലേക്ക് നമ്മൾ എടുത്ത കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഒരു സ്പൂൺ കൊണ്ട് എടുത്ത ശേഷം കുറച്ച് നമുക്ക് അതിലിട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മളെടുത്ത ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ കോൺഫ്ലേക്സും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു വടിയോ കാര്യങ്ങളോ ഉപയോഗിച്ച് ജസ്റ്റ് ഇതൊന്ന് കുത്തി താഴ്ത്തി കൊടുക്കണം. കാരണം ജസ്റ്റ് അതൊന്ന് താണു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ താഴ്ത്തി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ കവറൊന്ന് തുറന്ന ശേഷം നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒരു 2 സ്പൂൺ ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്പൂൺ ഇട്ടു, സംഭവം വീഴാത്ത വീണിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 സ്പൂണും കൂടി വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതുപോലുള്ളൊരു കത്തിയുടെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ജസ്റ്റ് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മുകളിലൊന്ന് കുത്തി കൊടുക്കണം. കാരണം എന്നാലേ ഇത് താണു വരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് കുത്തി കൊടുത്ത് തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു 2 സ്പൂൺ കോൺഫ്ലേക്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇത് കുത്തി താഴ്ത്തി കൊടുക്കാം നമ്മുടെ കോൺഫ്ലേക്സ്. അതിനുശേഷം വീണ്ടും നമ്മളെടുത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു ചെറിയ സ്പൂണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ചപ്പാത്തിക്കോൽ ഉപയോഗിച്ച് അതും കൂടി ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇതിലേക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ കവർ തുറന്ന ശേഷം നമുക്ക് ഇതായിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കത്തി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്കൊന്ന് താഴ്ത്തി കൊടുക്കാം നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം. പിന്നെ നമുക്ക് അടുത്തായിട്ട് 2 സ്പൂൺ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അത് നമുക്കിത് ഉപയോഗിച്ചൊന്ന് താഴ്ത്തിയെടുക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളിത് ഒരു സ്പൂൺ എടുത്തിട്ട് അത് കുറച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചത് നമുക്കിത് പ്രസ് ചെയ്ത് താഴ്ത്തി കൊടുക്കാം.
അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച മാംഗോ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. മാംഗോ ഐസ്ക്രീം നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മാംഗോ ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു കത്തിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ആ മാംഗോ ഐസ്ക്രീം ഇട്ട ഭാഗം നമുക്ക് കുത്തി താഴ്ത്തി കൊടുക്കാം. അടുത്തായിട്ട് അതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമ്മുടെ ചപ്പാത്തി കോൽ ഉപയോഗിച്ച് ഇതേ നമുക്കിങ്ങനെ അമർത്തി കൊടുക്കാം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. ഇതേ ബട്ടർ സ്കോച്ചിൻ്റെ മൂടി ഓപ്പൺ ചെയ്ത ശേഷം 1 സ്പൂൺ എടുത്തിട്ട് ഇതിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 1 സ്പൂൺ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വേണം, എന്നാലേ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കവർ ആവുകയുള്ളൂ. എന്നിട്ട് നമ്മളെ കത്തി എടുത്തിട്ട് ഇത് ഇങ്ങനെ കുത്തി നമുക്കതങ്ങ് താഴ്ത്തി കൊടുക്കാം. അതിനുശേഷം അടുത്തായിട്ട് കോൺഫ്ലെക്സ് ഇടുക. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ വാനില ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സ്ട്രോബെറി ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് സ്ട്രോബെറി ഐസ്ക്രീം ഇട്ട ശേഷം നമ്മൾ ആ 1 സ്പൂൺ ഉപയോഗിച്ച് അതും കൂടി ഒന്ന് താഴ്ത്തി കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ ബാക്കി വന്ന നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അത് ഇട്ട് കൊടുക്കാം കുറച്ച്. എന്നിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ലെവലാകുന്ന വരെ ഇട്ട് കൊടുക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മളെല്ലാം കൂടി ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. അപ്പം നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞ ശേഷം ഇത് എടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലെക്സ് എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഐസ്ക്രീം നമ്മൾ ഇതിലേക്ക് കുത്തി ഇറക്കുമ്പോൾ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറയുമ്പോൾ മെല്ലോ റോയൽ ഡാർക്ക് കോമ്പൗണ്ട് ചിപ്സാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് ഏകദേശം ഒരു പാക്കിന് 20 രൂപയെ വില വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെടുത്ത് ആ ഡാർക്ക് കോമ്പൗണ്ട് ചിപ്സ് നമുക്ക് ഇതേ കട്ട് ചെയ്തിട്ട് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇതേ ഇവിടെ ഇങ്ങനെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ 3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്താൽ നമ്മുടെ പുട്ട് ഐസ്ക്രീം നമ്മൾ എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇത് നമ്മളെ പുട്ട് ഐസ്ക്രീമിൻ്റെ മുകളിൽ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു റബ്ബർ ബാൻഡും പിന്നെ അലൂമിനിയം ഫോയിലൊക്കെ നമ്മൾ എടുത്ത് കളയാൻ പോവാണ്. അപ്പോൾ ഗൈസ് ഇതേ നോക്കിയാൽ നമ്മുടെ പുട്ട് ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അടുത്തായിട്ട് ഇതേ നമ്മൾ പുട്ടൊക്കെ കുത്താൻ ഉപയോഗിക്കുന്ന ഈ ഒരു വടി യൂസ് ചെയ്തിട്ട് നമ്മൾ ഐസ്ക്രീം നമുക്ക് ഇതിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ അടിയിൽ ഇതേ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പുട്ട് ഐസ്ക്രീം വന്ന് നോക്കിയാൽ ഗൈസ് സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടി. നമ്മൾ അടുത്തായിട്ട് ഇതിൽ വെച്ച് നമ്മൾ ആ ഒരു ചിരട്ടയും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച അലൂമിനിയം ഫോയിലും ഉണ്ട്. ഇത് നമുക്ക് മാറ്റാം. ഇനി ഒന്നുകൂടി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ആ ഒരു ചോക്ലേറ്റിൻ്റെ ആ ഒരു ചിപ്സ് നമുക്കിത് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിത് കഴിച്ചു വെക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് ഞാൻ കഴിച്ചു വെക്കാൻ പോവാണ്. നമ്മുടെ സ്ട്രോബെറിയുടെ അറ്റത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. വാവ്, സ്ട്രോബെറിയുടെ അറ്റത്ത് തന്നെ നമ്മുടെ നട്ട്സും പിന്നെ കോൺഫ്ലെക്സ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു രസമുണ്ട് സംഭവം കഴിക്കാൻ. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെൻറ്ററിൽ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാൻ പോവാണ്. നമ്മുടെ ബട്ടർ സ്കോച്ചും ഇതൊക്കെ വന്നൊരു ഭാഗമാണിത്. നോക്കി പൊളിയാണ് സംഭവം. ഏകദേശം ഒരു 250-300 രൂപ കൊണ്ട് നമുക്ക് സംഭവത്തിൻ്റെ പണി കഴിയും. ഏകദേശം ഒരു 300 രൂപ നമ്മൾ മുടക്കിയാൽ നമുക്ക് 2 കുറ്റി പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. അതുവരെയൊക്കെ ഇറ്റ്സ് മീ സിനാനാവള. ബൈ. ഞാൻ തന്നെ കഴിച്ചു തീർക്കേണ്ടി വരുള്ളൂ.